ഹലോ എവരിവൺ, വെൽക്കം ടു സോഷ്യൽ സ്റ്റോറി. നമ്മുടെ ഇന്റർനാഷണൽ റിലേഷൻസ് വീഡിയോ സീരീസിലെ മറ്റൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് കോൺസെപ്റ്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് നാഷണൽ പവർ, രണ്ട് നാഷണൽ ഇൻട്രസ്റ്റ്. ഈ രണ്ട് കോൺസെപ്റ്റും വളരെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് ഇന്റർനാഷണൽ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ റിലേഷൻസിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അത് മനസ്സിലാക്കിയിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം UGC നെറ്റ് പൊളിറ്റിക്കൽ സയൻസ് അല്ലെങ്കിൽ HSST പൊളിറ്റിക്കൽ സയൻസ് അല്ലെങ്കിൽ BA MA വിദ്യാർത്ഥികൾക്ക് ഇവർക്കെല്ലാം ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രമേ ഇന്റർനാഷണൽ റിലേഷൻസിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനും അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനും പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം വളരെ വ്യക്തമായിട്ട് തന്നെ എന്താണ് നാഷണൽ പവറും അതുപോലെ തന്നെ നാഷണൽ ഇൻട്രസ്റ്റ് എന്ന്. ഇപ്പൊ നാഷണൽ പവർ എന്ന് പറയുന്നതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് national power is the capacity of state to influence the behavior of other state and secure its national interest എന്നാണ്. അതായത് ഒരു രാജ്യം, ഒരു നാഷണൽ സ്റ്റേറ്റ് മറ്റൊരു രാജ്യവുമായിട്ട് ഇടപെടുമ്പോൾ തന്റെ സ്വന്തം നാഷണൽ അതേ നാഷണലിന്റെ നാഷണൽ ഇൻട്രസ്റ്റ് സെക്യൂർ ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ കഴിവിനെയാണ് സിമ്പിൾ ആയിട്ട് നാഷണൽ ഇൻട്രസ്റ്റ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഈ ഡെഫിനേഷൻ മാത്രം പോരാ. ഫോർ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ നമുക്ക് മറ്റ് പല സ്കോളേഴ്സിന്റെയും ഡെഫിനിഷൻസ് എന്താണ് എന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ ഹാൻസ് ജെ മോർഗൻതോയുടെ ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിലെ വളരെ പ്രധാനപ്പെട്ട തിങ്കർ ആണ് എന്നൊക്കെ നമുക്കറിയാം അല്ലെ. മോർഗൻതോ എങ്ങനെയാണ് നാഷണൽ പവറിനെ ഡിഫൈൻ ചെയ്യുന്നത്? അദ്ദേഹം നാഷണൽ പവറിനെ ഒരു സൈക്കോളജിക്കൽ റിലേഷൻഷിപ്പ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. നാഷണൽ പവർ ഇസ് എ സൈക്കോളജിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദോസ് ഹൂ എക്സസൈസ് ഇറ്റ് ആൻഡ് ദോസ് ഹൂ ഓവർ ഹൂം ഇറ്റ് ഇസ് എക്സസൈസ്. ആരുടെ മേലാണോ എക്സസൈസ് ചെയ്യപ്പെടുന്നത്, ആരാണോ എക്സസൈസ് ചെയ്യപ്പെടുന്നത് എന്നത് തമ്മിലുള്ള ഒരു സൈക്കോളജിക്കൽ റിലേഷൻ ആണ് നാഷണൽ പവർ എന്നാണ് മോർഗൻതോ അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനേഷൻ അല്ലേ. അടുത്തത് ജോർജ് ഷിവാസൻബർഗറിന്റെ ഡെഫിനേഷൻ ആണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പവർ എന്ന് പറയുന്നത് ഒരു ആൾക്ക് അല്ലെങ്കിൽ ഒരു നാഷണൽ സ്റ്റേറ്റിന് മറ്റൊരു നാഷണൽ സ്റ്റേറ്റിന്റെ മേലെ തന്റെ വില്ല്, തന്റെ ആഗ്രഹങ്ങൾ ഇമ്പോസ് ചെയ്യാനുള്ള കഴിവിനെയാണ് എന്ത് വിളിക്കുന്നത്? നാഷണൽ പവർ എന്ന് വിളിക്കുന്നത്. ഇനി അത് നോൺ കംപ്ലയൻസ് നാച്ചുറൽ ആണെങ്കിൽ സാങ്ഷൻസിലൂടെയോ മറ്റു കാര്യങ്ങളിലൂടെയോ എന്ത് ചെയ്യും? ഇമ്പോസ് ചെയ്യും. സോ പവർ ഈസ് ദ കപ്പാസിറ്റി ടു ഇമ്പോസ് വൺസ് നാഷണൽ വിൽ ഓൺ അനദർ relying on effective sanctions in case of non-compliance. ഓക്കെ, ഇനി AFK ഓർഗൻസ്കിയുടെ അഭിപ്രായത്തിൽ എന്താണ് നാഷണൽ പവർ? അദ്ദേഹം അതിനെ ഡിഫൈൻ ചെയ്യുന്നത് എബിലിറ്റി ടു കൺട്രോൾ ദ ബിഹേവിയർ ഓഫ് അതേഴ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് വൺസ് ഓൺ ആക്ട്സ്. എല്ലാം ഏകദേശം ഒരേ ഐഡിയയിൽ തന്നെയാണ് പറയുന്നത് അല്ലെ. ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തിന്റെ ബിഹേവിയർ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനുള്ള കഴിവിനാണ് എന്ത് വിളിക്കുന്നത്? നാഷണൽ പവർ എന്നുള്ളത്. ബേസിക് നിങ്ങൾക്ക് ഐഡിയ കിട്ടി എന്താണ് നാഷണൽ പവർ എന്ന്. ആ ടേമിൽ നിന്ന് തന്നെ നമുക്ക് എളുപ്പം മനസ്സിലാക്കാനും പറ്റും അല്ലെ എന്താണ് നാഷണൽ പവർ എന്ന്. അടുത്തത് നമുക്ക് നോക്കാം. നാഷണൽ പവറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചിരിക്കണം. ആദ്യത്തത് നാഷണൽ പവറിന്റെ എലമെന്റ്സ് ആണ്. നാഷണൽ പവറിന് ഒരുപാട് എലമെന്റ്സ് ഉണ്ട് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെ ഇവിടെ നമ്മൾ ആദ്യം നോക്കുന്നത് നാഷണൽ പവറിന്റെ എലമെന്റ്സ് അല്ല, നാഷണൽ പവറിന്റെ എലമെന്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. നാഷണൽ പവറിന്റെ എലമെന്റ്സ് നമ്മൾ അടുത്തതായിട്ട് നോക്കും, ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യങ്ങൾ പറയും. ഇനി പക്ഷെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്കോൾസും ഇപ്പൊ മോർഗൻതോ എടുത്തു കഴിഞ്ഞാൽ മോർഗൻതോ എങ്ങനെയാണ് നാഷണൽ പവറിനെ അതിന്റെ എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത് നോക്കാം. ഒന്നാമത്തെ അദ്ദേഹം ക്ലാസിഫൈ ചെയ്യുന്നത് മോർഗൻതോ നാഷണൽ പവറിന്റെ എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത് പെർമനന്റ് എലമെന്റ്സ് എന്നും ടെമ്പററി എലമെന്റ്സ് എന്നുമാണ്. അതായത് പെർമനന്റ് ആയിട്ട് ചില കാര്യങ്ങൾ നാഷണൽ പവറിനെ സ്വാധീനിക്കുന്നുണ്ട്, അതിനെ പെർമനന്റ് എലമെന്റ്സ് എന്നും. ഇനി ടെമ്പററി, അതായത് കാലത്തിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഭരണകൂടത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുന്ന എലമെന്റ്സിനെ അതെന്ത് വിളിക്കുന്നു? ടെമ്പററി എലമെന്റ്സ് എന്ന് വിളിക്കുന്നു. മോർഗൻതോ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നു എലമെന്റ്സിനെ. ഒന്ന് പെർമനന്റ് എലമെന്റ്സ്, രണ്ടാമത്തത് ടെമ്പററി എലമെന്റ്സ്. ഇനി AFK ഓർഗൻസ്കി എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? അദ്ദേഹം ക്ലാസിഫൈ ചെയ്യുന്നത് നാച്ചുറൽ എലമെന്റ്സ് എന്നും സോഷ്യൽ എലമെന്റ്സ് എന്നുമാണ്. നാച്ചുറൽ എലമെന്റ്സ് എന്നും സോഷ്യൽ എലമെന്റ്സ് ആണ്. അപ്പൊ നമുക്കറിയാം ഈ പ്രധാനപ്പെട്ട എലമെന്റ്സ് എന്തൊക്കെയാണെന്നത്. ഈ ഇതിനകത്ത് നാച്ചുറൽ എലമെന്റ്സ് എന്ന് പറയുന്നത് ജിയോഗ്രഫി ഒരു നാച്ചുറൽ എലമെന്റ് ആണ് അല്ലെ. ഈ സോഷ്യൽ എലമെന്റിലേക്ക് നോക്കുമ്പോൾ ഇപ്പം നാഷന്റെ മൊറൈൽ ഒരു സോഷ്യൽ എലമെന്റ് ആണ്. അല്ലെങ്കിൽ നാഷന്റെ പൊളിറ്റിക്കൽ സിസ്റ്റം, എക്കണോമിക്കൽ ഡെവലപ്മെന്റ് നോട്ട് ചെയ്ത് വെക്കുക. നാഷന്റെ
പൊളിറ്റിക്കൽ സിസ്റ്റം, എക്കണോമിക്കൽ ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ നാഷണൽ മൊറൈൽ, ഇതൊക്കെയാണ് എന്ന് പറയുന്നത് സോഷ്യൽ എലമെന്റ് എന്ന രീതിയിൽ ഓർഗൻസി ക്ലാസിഫൈ ചെയ്യുന്നു. ഇനി നാച്ചുറൽ എലമെന്റ്സ് എന്ന് പറഞ്ഞാലോ, ടെറിട്ടറി അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സസ്, ഇതൊക്കെയാണ് എന്ത് നാച്ചുറൽ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇനി പാമർ ആൻഡ് പെർക്കിൻസിന്റെ പ്രശസ്തമായിട്ടുള്ള പുസ്തകത്തിൽ അവർ ക്ലാസിഫൈ ചെയ്യുന്നത് ടാഞ്ചിബിൾ എലമെന്റ്സ് എന്നും ഇൻടാഞ്ചിബിൾ എലമെന്റ്സ് എന്നാണ്. ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യുന്നതിനാണ് ടാഞ്ചിബിൾ എന്ന് പറയുന്നത്, അല്ലെ? ടാഞ്ചിബിൾ എലമെന്റ്സ് എന്നും ഇൻടാഞ്ചിബിൾ എലമെന്റ്സും. ഇപ്പൊ ടാഞ്ചിബിൾ എലമെന്റ്സിൽ എന്തൊക്കെ വരും? ഇപ്പൊ ടെക്നോളജി വരും, അല്ലെങ്കിൽ മിലിറ്ററി കപ്പാസിറ്റി വരും, അല്ലെങ്കിൽ ആ നേഷന്റെ പൊളിറ്റിക്കൽ പവർ വരും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ടാഞ്ചിബിൾ എലമെന്റ്സ് എന്ന് പറയുന്നത്. അല്ലെ, നമുക്കത് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പം ഡെവലപ്മെന്റ്, ഇൻഡസ്ട്രിയലൈസേഷൻ എത്രത്തോളം നടന്നിട്ടുണ്ട്, ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇൻടാഞ്ചിബിൾ എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞോ, അത് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റാത്തതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഇൻടാഞ്ചിബിൾ എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. ഫോർ ഇൻസ്റ്റൻസ്, നമുക്ക് ഐഡിയോളജി ഐഡിയോളജി എന്ന് പറയുന്നത് നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റില്ല. അതെന്താണ്? ഇൻടാഞ്ചിബിൾ എലമെന്റ്സ് ആണ്. അല്ലെങ്കിൽ ആ ഒരു രാജ്യത്തിന്റെ ഒരു ഡിപ്ലോമസിയിലുള്ള മറ്റ് പ്രിൻസിപ്പിൾസ്, അതെന്താണ്? ഇൻടാഞ്ചിബിൾ എലമെന്റ്സ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ടാഞ്ചിബിൾ എന്നും ഇൻടാഞ്ചിബിൾ എന്നും ആര് ക്ലാസിഫൈ ചെയ്യുന്നു? പാമർ ആൻഡ് പെർക്കിൻസ് ക്ലാസിഫൈ ചെയ്യുന്നു. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ഓഫ് നാഷണൽ പവർ 3 പേരാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് മോർഗന്റോടത്, രണ്ടാമത്തത് ഓർഗൻസ്കിയുടേത്, മൂന്നാമത്തത് പാമർ ആൻഡ് പെർക്കിൻസിൻ്റെത്. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ പറഞ്ഞ എലമെന്റ്സ് ഓഫ് നാഷണൽ പവർ. നാഷണൽ പവറിനെ, ഒരു രാജ്യത്തിന്റെ പവറിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട എലമെന്റ്സ് എന്തൊക്കെയാണ്? ഇതിനകത്ത് ക്ലാസിഫിക്കേഷൻ നിങ്ങൾ ഓരോ സ്കോളറും ഏത് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തത് എന്നൊന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി. നോക്കാം എന്തൊക്കെയാണ് ഇവർ പറഞ്ഞിട്ടുള്ള ഈ ഒരു നാഷണൽ പവറിന്റെ എലമെന്റ്സ് എന്ന് പറയുന്നത്. മേജർ ആയിട്ടുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ പറഞ്ഞതുപോലെ ജോഗ്രഫി ഉണ്ട്. ജോഗ്രഫി എന്ന് പറയുമ്പോൾ ഏതിൽ വന്നു? നേരത്തെ പറഞ്ഞ നാച്ചുറൽ വന്നു, അല്ലെ? അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സസ്, അതും ഇതിൽ വന്നു, നാച്ചുറലിൽ വന്നു. പോപ്പുലേഷൻ പോപ്പുലേഷൻ നമുക്ക് എന്തായിട്ട് പറയാം? ടാഞ്ചിബിൾ എലമെന്റ് ആയിട്ട് പറയാം, അല്ലെ? ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. എക്കണോമിക് ഡെവലപ്മെന്റ്, ഇൻഡസ്ട്രിയൽ കപ്പാസിറ്റി, ടെക്നോളജി, മിലിറ്ററി പ്രിപ്പയർഡ്നെസ്, ഐഡിയോളജി, ലീഡർഷിപ്പ്, ഓർഗനൈസേഷൻ ആൻഡ് ക്വാളിറ്റി ഓഫ് ഗവൺമെന്റ്, നാഷണൽ ക്യാരക്ടർ ആൻഡ് മൊറൈൽ, ഡിപ്ലോമസി. ഇത്രയുമാണ് പ്രധാനപ്പെട്ട നാഷണൽ പവറിന്റെ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ജിയോഗ്രഫി എന്ന് പറയുന്നത്, ഇപ്പം ഒരു രാജ്യത്തിന്റെ ജിയോഗ്രഫി, വലിയ കൺട്രികളെ സംബന്ധിച്ചിടത്തോളം അത് അതിന്റെ നാഷണൽ പവർ കൂട്ടുന്ന ഒരു സംഗതിയാണ്, അല്ലെ? പലപ്പോഴും വലിയ രാജ്യങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പം ചൈന ഒരു വലിയ രാജ്യമാണ്, റഷ്യ ഒരു വലിയ രാജ്യമാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഒരു വലിയ രാജ്യമാണ്. തീർച്ചയായിട്ടും അത് അവരുടെ നാഷണൽ പവറിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, നിയന്ത്രിക്കുന്ന, അതിനെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്, അല്ലെ? ഇനി നാച്ചുറൽ റിസോഴ്സസ്. ഒരു രാജ്യത്തിൽ ഇഷ്ടംപോലെ നാച്ചുറൽ റിസോഴ്സസ് ഉണ്ടെങ്കിൽ, ഇപ്പം ഗൾഫ് കൺട്രീസ് നോക്കുക, എന്തുകൊണ്ടാണ് അവർ പവർഫുൾ ആയി മാറുന്നത്? അവരുടെ റിസോഴ്സസ് ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കൺട്രിക്ക് മറ്റൊരു കൺട്രിയെ റിസോഴ്സസിന് വേണ്ടി ആശ്രയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ആ കൺട്രിയുടെ നാഷണൽ പവർ കുറയുന്നു. നമുക്ക് നമ്മുടെ റിസോഴ്സസിന് വേണ്ടിയിട്ട് മറ്റൊരു കൺട്രിയെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? തീർച്ചയായിട്ടും അത് നമ്മുടെ നാഷണൽ പവറിനെ ബാധിക്കുന്ന കാര്യമാണ്. ഇനി പോപ്പുലേഷൻ, വളരെ സ്കിൽഡ് ആയിട്ടുള്ള, നല്ല രീതിയിൽ പണിയെടുക്കാൻ പറ്റുന്ന സ്കിൽഡ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ എന്ന് പറയുന്നത് നാഷണൽ അസറ്റ് തന്നെയാണ്, അല്ലെ? അപ്പൊ നാഷണൽ പവറിനെ സ്വാധീനിക്കുന്ന ഒരു സംഗതി തന്നെയാണ് എന്ത്? പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ചില സമയങ്ങളിൽ ഈ പറഞ്ഞ പോപ്പുലേഷൻ ഒരു ബാധ്യതയായിട്ടും നാഷണൽ പവറിന് മാറാറുണ്ട്. എക്കണോമിക്കൽ ഡെവലപ്മെന്റ്, തീർച്ചയായിട്ടും എക്കണോമിക്കൽ ഡെവലപ്മെന്റ്, ഇപ്പൊ ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള, വളരെ ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള ജർമ്മനിയായാലും ഇംഗ്ലണ്ട് ആയാലും ഫ്രാൻസ് ആയാലും അത് അവരുടെ നാഷണൽ പവറിനെ സ്വാധീനിച്ചിട്ടുണ്ട്, അല്ലെ? അവരുടെ വേൾഡിലെ റോളിനൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. അവർ വേൾഡ് ലീഡർഷിപ്പ് റോളിലേക്ക് അമേരിക്കയെ എത്തിക്കുന്നതിൽ അതിന്റെ ഇൻഡസ്ട്രിയലൈസേഷൻ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഇനി ടെക്നോളജി, തീർച്ചയായിട്ടും ടെക്നോളജി, ഇപ്പൊ പ്രത്യേകിച്ച് മിലിറ്ററി ടെക്നോളജി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, അത് ഒരു രാജ്യത്തെ ശക്തമാക്കുന്നതിൽ, അതിന്റെ നാഷണൽ പവറിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിൽ തീർച്ചയായിട്ടും സ്വാധീനിക്കുന്ന ഒരു സംഗതിയാണ്. മിലിറ്ററി പ്രിപ്പയർഡ്നെസ് വളരെ ഡയറക്റ്റ് ആയിട്ട് സ്വാധീനം ചെലുത്തുന്ന മറ്റൊരു എലമെന്റ് ആണ് എന്ത്? മിലിറ്ററി പ്രിപ്പയർഡ്നെസ് എന്ന് പറയുന്നത്. എത്രത്തോളം മിലിറ്ററി അഡ്വാൻസ്ഡ് ആണ്, മിലിറ്ററി ആയുധപരമായിട്ട് എത്രത്തോളം ശക്തമാണ് ആ കൺട്രി, എത്രത്തോളം ആയുധ ശേഖരമുണ്ട്, അണ്വായുധ ശേഖരമുണ്ടോ എന്നതൊക്കെ ആ രാജ്യത്തെ ശക്തിപ്പെടുത്തുന്ന സംഗതി തന്നെയാണ്. ഇനി ലീഡർഷിപ്പ്, അല്ലെ? ഇപ്പൊ ഡിപ്ലോമസിയും ലീഡർഷിപ്പ് ഒക്കെ നമുക്ക് കണക്ട് ചെയ്ത് പറയാം, അല്ലെ? ഓരോ രാജ്യത്തെയും, രാജ്യത്തെ തലവന്മാരുടെ നാച്ചുറൽ, അവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി,
അവരുടെ മറ്റ് പേഴ്സണാലിറ്റി ക്വാളിറ്റീസ്, ഇതൊക്കെ ആ രാജ്യത്തിന്റെ നാഷണൽ പവറിനെ സ്വാധീനിക്കുന്നത് തന്നെയാണ്. അത് നമ്മൾ പല കാലങ്ങളിലായിട്ട് ഇന്ത്യയുടെയും അത് മറ്റ് രാജ്യങ്ങളുടെയും ഒക്കെയുള്ള ഡിപ്ലോമസിയിലും മറ്റ് റോളുകളിലും കണ്ടിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതുമാണ്. ഓർഗനൈസേഷൻ ക്വാളിറ്റി ഓഫ് ഗവൺമെന്റ് വളരെയധികം സ്വാധീനിക്കുന്ന ഒരു മറ്റൊരു ഘടകമാണ് ആ രാജ്യത്തിലെ ഗവൺമെന്റ് എങ്ങനെയാണ്. അതൊരു ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ആണോ, ആ രാജ്യം എത്രത്തോളം എഫിഷ്യന്റ് ആണ്, ആ രാജ്യം എക്കണോമിക്കലി എത്രത്തോളം എഫിഷ്യന്റ് ആണ്, പൊളിറ്റിക്കലി എത്രത്തോളം എഫിഷ്യന്റ് ആണ്, ഇതൊക്കെ ആ രാജ്യത്തിന്റെ നാഷണൽ പവറിനെ സ്വാധീനിക്കുന്ന സംഗതി തന്നെയാണ്. ആൻഡ് നാഷണൽ ക്യാരക്ടർ ആൻഡ് മൊറൈൽ എന്ന് പറയുമ്പോൾ നാഷണൽ ക്യാരക്ടർ ആൻഡ് മൊറൈൽ എന്ന് പറയുമ്പോൾ ഓരോ രാജ്യത്തിനും ചിലപ്പോൾ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു പ്രതിച്ഛായ ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പം പലപ്പോഴും അമേരിക്കയെ പറ്റി പറയുമ്പോൾ എന്താണ് പറയാറ്, അമേരിക്ക റിസ്ക് എടുക്കാൻ തയ്യാറുള്ള ഒരു കൺട്രിയാണ്, എല്ലാ ലോകത്തിന്റെ ലീഡർഷിപ്പ് പൊസിഷനിൽ എത്തിയിട്ടുള്ള കൺട്രിയാണ്. മറ്റ് ഇപ്പം ഈ അടുത്ത് തന്നെ നമ്മൾ കണ്ടിട്ടുള്ള പല ഡെവലപ്മെന്റ്സും ഇന്റർനാഷണൽ പൊളിറ്റിക്സിലുള്ള ഡെവലപ്മെന്റ്സും നിങ്ങൾക്ക് നോക്കിയാൽ കാണാവുന്നതാണ്, അല്ലെങ്കിൽ അമേരിക്കയുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ കാണാവുന്നതാണ് അമേരിക്ക ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ ഇടപെട്ടിട്ടുള്ളത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ളൊരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റുന്നതാണ്. ഇനി മറ്റിപ്പം നമ്മൾ മറ്റ് കൺട്രീസിനെ നോക്കുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ചരിത്രം എന്ന് പറയുന്നത് വ്യാപാരത്തിലും മറ്റൊക്കെയുള്ള ചരിത്രം, അല്ലെങ്കിൽ നോളജിലുള്ള ചരിത്രം, ഇന്ത്യയുടെ മറ്റ് മേഖലകളിൽ ഇന്ത്യക്കാർ കൊടുത്തുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ഡെമോക്രാറ്റിക് കൺട്രി എന്ന നിലയിൽ ഇന്ത്യയുടെ ഇന്റർനാഷണൽ മൊറൈലിനെ ബാധിക്കുന്ന സംഗതിയാണ്. അപ്പൊ നമ്മൾ പലപ്പോഴും കാനഡയെ പറ്റി പറയുമ്പോൾ വളരെ മാന്യമായിട്ട് ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ഇടപെടുന്ന ഒരു കൺട്രിയാണെന്ന് പറയാം. അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിനെ പറ്റി പറയുമ്പോൾ അങ്ങനെയുള്ളതിനാണ് എന്ത് വിളിക്കുന്നത്, നാഷണൽ മൊറൈൽ എന്ന് വിളിക്കുന്നത്, നാഷണൽ ക്യാരക്ടർ അല്ലെങ്കിൽ നാഷണൽ മൊറൈൽ. ഇപ്പം ജർമ്മനിയെ പറ്റി പറയുമ്പോൾ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു കൺട്രിയാണ്. അപ്പം ഹിറ്റ്ലറുടെ കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റ് ഇന്റർനാഷണൽ റിലേഷൻസിലും ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലുമൊക്കെ എടുത്ത് നോക്കുമ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ ആൻഡ് മൊറൈൽ ഉണ്ട്. അത് അതിന്റെ നാഷണൽ പവറിനെ സ്വാധീനിക്കുന്ന ഒരു സംഗതി തന്നെയാണ്. ഇനി ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഡിപ്ലോമസി നമ്മൾ ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ വേറെ തന്നെ ഒരു ഇതായിട്ട് പഠിക്കുന്നതാണ്. ഡിപ്ലോമാറ്റ്സിന്റെ ഇടപെടൽ അല്ലെങ്കിൽ എന്തൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്, എലമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഡിപ്ലോമസി ശക്തിപ്പെടുത്തുന്നത്, ഇതൊക്കെ തീർച്ചയായിട്ടും ആ ഒരു രാജ്യത്തിന്റെ നാഷണൽ പവറിനെ, നയതന്ത്രം എന്ന് പറയുന്ന ആ രാജ്യത്തിന്റെ നാഷണൽ പവറിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെയാണ്. നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത്, പ്രധാനപ്പെട്ട നാഷണൽ പവറിന്റെ ഡെഫിനേഷൻ എന്താണ് എന്ന് നമ്മൾ നോക്കി. അതിനുശേഷം നാഷണൽ പവറിന്റെ എലമെന്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ പ്രധാനപ്പെട്ട സ്കോളേഴ്സ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കി. ശേഷം എലമെന്റ്സ് ഓഫ് നാഷണൽ പവർ എന്താണ് എന്ന് ഓരോന്നായിട്ടും കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ കോൺസെപ്റ്റ് ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു അല്ലെ, നാഷണൽ പവറും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഈ നാഷണൽ പവറിന്റെ ലിമിറ്റേഷൻ. നമ്മൾ കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ അതിന്റെ എല്ലാ ആസ്പെക്റ്റും പഠിക്കണം. ഈ ഒരു കോൺസെപ്റ്റിന്റെ ലിമിറ്റേഷൻ എന്തൊക്കെയാണ്, നാഷണൽ പവർ എന്ന് പറയുന്ന കോൺസെപ്റ്റിന്റെ ഇന്റർനാഷണൽ പൊളിറ്റിക്സിലോ ഇന്റർനാഷണൽ റിലേഷൻസിലോ ഉള്ള ലിമിറ്റേഷൻസ്, പരിമിതികൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്, ആംസ് കൺട്രോൾ അഗ്രിമെന്റ്സ് ആൻഡ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് റെഡ്യൂസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് നാഷണൽ പവർ. അപ്പൊ രാജ്യത്തിന്റെ പവർ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ നമ്മൾ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിനെ എടുക്കുമ്പോൾ, അന്താരാഷ്ട്ര ഓർഗനൈസേഷൻ ഇപ്പൊ UN എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ, അത് സത്യത്തിൽ നാഷൻ സ്റ്റേറ്റിന്റെ സോവറിനിറ്റിയോ പവറിനെയോ ഒക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാം അല്ലെ. EU എടുത്തു കഴിഞ്ഞാൽ, യൂറോപ്യൻ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ ജർമ്മനിയോ അല്ലെങ്കിൽ അതിന് ഭാഗമായിട്ടുള്ള മറ്റ് യൂറോപ്യൻ കൺട്രീസോ, ആ കൺട്രീസിനെ അല്ല റെപ്രസെന്റ് ചെയ്യുന്നത്, അതൊരു ഓർഗനൈസേഷൻ ആണ്. ആ ഓർഗനൈസേഷന്റെ ചട്ടക്കൂടിൽ നിർത്തേണ്ടത് ആ കൺട്രീസിന്റെ ബാധ്യതയായിട്ട് മാറുന്നു അല്ലെ. അപ്പൊ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് തീർച്ചയായിട്ടും നാഷണൽ പവറിനെ എന്ത് ചെയ്യുന്നുണ്ട്, റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞു, മിലിറ്ററി പ്രിപ്പയർഡ്നെസ് അല്ലെങ്കിൽ ആയുധ ശേഖരം, ടെക്നോളജി എന്നൊക്കെ പറയുന്നത് നാഷണൽ പവറിനെ എൻഹാൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്, അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അപ്പൊ തീർച്ചയായിട്ടും എന്ത് പറ്റും, ആംസ് കൺട്രോൾ എന്ന് പറയുന്നത് അതിന്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് മാറില്ലേ, തീർച്ചയായിട്ടും മാറില്ലേ. യെസ്. ആൻഡ് ദ കോൺസെപ്റ്റ് ഓഫ് കളക്റ്റീവ് സെക്യൂരിറ്റി. കളക്റ്റീവ് സെക്യൂരിറ്റി നമുക്കറിയാം, കളക്റ്റീവ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യം തന്നെയാണ് അല്ലെ. ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് തന്നെയാണ് കളക്റ്റീവ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കളക്റ്റീവ് സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ നാഷൻസിന് അതിന്റെ ഇമ്പോർട്ടൻസ് കുറയ്ക്കുന്ന ഒരു സംഗതി തന്നെയാണ് അല്ലെ. ഒരു രാജ്യത്തെ UN എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാം, UN ഒരു പ്രിൻസിപ്പിളാണ് കളക്റ്റീവ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പം അതിൽ എടുത്തു വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം നാഷൻ സ്റ്റേറ്റിന്റെ ഇമ്പോർട്ടൻസ് എന്ത് ചെയ്യുന്നു, കുറഞ്ഞു വരുന്നു.
തീർച്ചയായിട്ടും അത് നാഷണൽ പവറിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സംഗതിയാണ്. ദെൻ നാഷണൽ പവർ എന്ന് പറയുന്നത് ഡൈനാമിക് ആണ്, പെർമനന്റ് അല്ല, അബ്സല്യൂട്ടും അല്ല. അത് തീർച്ചയായിട്ടും ഡൈനാമിക് ആണ്, മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ ലീഡർഷിപ്പ് മാറുന്നതനുസരിച്ച്, ഇന്റർനാഷണൽ പൊളിറ്റിക്സിലെ ഗതിവിഗതികൾ മാറുന്നതനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് മാറുന്നതനുസരിച്ച് തീർച്ചയായിട്ടും നാഷണൽ പവർ ഡൈനാമിക് ആണ്, മാറിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ദെൻ ഇന്റർനാഷണൽ മൊറാലിറ്റി ആൻഡ് വേൾഡ് പബ്ലിക് ഒപ്പീനിയൻ റെസ്ട്രിക്ട്സ് ദ യൂസ് ഓഫ് നാഷണൽ പവർ. അല്ലെ, ഇപ്പം അമേരിക്കയുടെ പലപ്പോഴുള്ള ഇടപെടലുകൾ വലിയ രീതിയിൽ ഇന്റർനാഷണൽ പബ്ലിക് ഒപ്പീനിയനെയും വേൾഡ് പബ്ലിക് ഒപ്പീനിയനെയും അല്ലെങ്കിൽ ഇന്റർനാഷണൽ മൊറാലിറ്റിക്കൊക്കെ എതിരാവുന്ന സമയത്ത് മൊത്തം ലോക ജനത തന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലെ, അപ്പൊ തീർച്ചയായിട്ടും നാഷണൽ പവറിനെ റെസ്ട്രിക്ട് ചെയ്യുന്ന, അതിനെ ലിമിറ്റ് ചെയ്ത് നിർത്തുന്ന ഒരു സംഗതി തന്നെയാണ് ഇന്റർനാഷണൽ മൊറാലിറ്റിയും വേൾഡ് പബ്ലിക് ഒപ്പീനിയൻ എന്നൊക്കെ പറയുന്നത്. നമ്മൾ ലിമിറ്റേഷൻസും പറഞ്ഞു കഴിഞ്ഞു. വളരെ ചെറിയ കോൺസെപ്റ്റ് ആണ്, എന്നാൽ പോലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ് എന്ത്, നാഷണൽ പവർ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയൊക്കെയാണ് നാഷണൽ പവർ എക്സസൈസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, മെത്തേഡ്സ് ഓഫ് എക്സസൈസിങ് നാഷണൽ പവർ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് പെർസുവേഷൻ ആണ്. പെർസുവേഷൻ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ഫോഴ്സ് ഉപയോഗിക്കാതെ പല രീതിയിൽ എന്ത് ചെയ്യുന്നു, ഒരു രാജ്യത്തെ നിർബന്ധപൂർവം തങ്ങളുടെ വില്ലിനനുസരിച്ച്, തങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ട് പലപ്പോഴും രാജ്യങ്ങൾ അങ്ങോട്ടേക്ക് നടത്താറുണ്ട്. അതിനാണ് നമ്മൾ പെർസുവേഷൻ എന്ന് വിളിക്കുന്നത്. ദെൻ റിവാർഡ്സ്, പലപ്പോഴും റിവാർഡ്സ് കൊടുക്കുന്നു. ഇപ്പം സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാംസിലോ അല്ലെങ്കിൽ മറ്റു തരത്തിൽ എക്കണോമിക്കൽ റിവാർഡ്സ് കൊടുത്തുകൊണ്ടോ പലപ്പോഴും ഡെവലപ്പിങ്ങും അണ്ടർ ഡെവലപ്ഡുമായിട്ടുള്ള കൺട്രീസിനെ ഡെവലപ്ഡ് കൺട്രീസ് അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ടുള്ള പല കാര്യങ്ങളും, പല ട്രീറ്റീസും സൈൻ ചെയ്യിക്കാറുണ്ട്, അല്ലെങ്കിൽ പല ഇടപെടലുകളും നടത്താറുണ്ട്. ഇനി പണിഷ്മെന്റ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പണിഷ്മെന്റ് അല്ല, അത് അവരുടെ ഡിസൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ നടത്തുന്ന ചില ഇടപെടലുകളെയാണ് പണിഷ്മെന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത് നമ്മളിപ്പോൾ മനസ്സിലാക്കും. ഇപ്പം അമേരിക്ക പലപ്പോഴും വെനിസ്വേലയിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, അല്ലെങ്കിൽ ഇറാനിലും അല്ലെങ്കിൽ നോർത്ത് കൊറിയക്കെതിരെ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, ഇതൊക്കെ നമുക്കൊരു പണിഷ്മെന്റ് എന്ന രീതിയിൽ കാണാവുന്നതാണ്. ദെൻ യൂസ് ഓഫ് ഫോഴ്സ്, അവസാനത്തെ ഒരു മാർഗമൊക്കെ ആയിട്ട് യൂസ് ഓഫ് ഫോഴ്സും മിലിറ്ററിയും മറ്റ് പവേഴ്സും ഒക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഈ പറഞ്ഞ നാഷണൽ പവർ എക്സസൈസ് ചെയ്യാറുണ്ട്. ഓക്കെ, നാഷണൽ പവറിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെയാണ് നാഷണൽ പവറിന്റെ ഡെഫിനേഷൻ കൊടുത്തു കഴിഞ്ഞു, നാഷണൽ പവറിന് സ്കോളേഴ്സ് കൊടുത്തിട്ടുള്ള ഡെഫിനേഷൻസ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം നാഷണൽ പവറിന്റെ ഫാക്ടേഴ്സിനെ പറ്റിയിട്ടും അതിന്റെ ക്ലാസിഫിക്കേഷനെ പറ്റിയിട്ടും പ്രധാനപ്പെട്ട സ്കോളേഴ്സ് പറഞ്ഞിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ദെൻ എലമെന്റ്സ് ഓരോന്നും കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. മെത്തേഡ്സ് ഓഫ് എക്സസൈസിങ് നാഷണൽ പവർ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിന്റെ ക്രിറ്റിസിസം അല്ലെങ്കിൽ ലിമിറ്റേഷൻ എന്താണ് എന്നും പറഞ്ഞിട്ടുണ്ട്. നാഷണൽ പവർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത കോൺസെപ്റ്റിലേക്ക് പോവാം, നാഷണൽ ഇൻട്രസ്റ്റ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കിടക്കുന്ന കോൺസെപ്റ്റ് ആണ് നാഷണൽ ഇൻട്രസ്റ്റ്. അല്ലെങ്കിൽ നാഷണൽ പവറിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു ബന്ധപ്പെട്ട കാര്യമായിട്ട് വേണമെങ്കിൽ നമുക്ക് നാഷണൽ ഇൻട്രസ്റ്റിനെ ഒന്ന് ഇന്റർപ്രറ്റ് ചെയ്തെടുക്കാവുന്നതുമാണ്. ഓക്കെ, എന്താണ് നാഷണൽ ഇൻട്രസ്റ്റ് എന്ന് നോക്കാം. ഒരു കൃത്യമായിട്ടുള്ള ഡെഫിനേഷൻ ഉണ്ടാക്കി വെച്ചാൽ, അത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോൺസെപ്റ്റ് ഒരു ക്ലാരിറ്റി കിട്ടും. എങ്ങനെയാണ് നാഷണൽ ഇൻട്രസ്റ്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? നാഷണൽ ഇൻട്രസ്റ്റ് ഈസ് ദ കോർ ഒബ്ജക്റ്റീവ് ഓഫ് എ സ്റ്റേറ്റ്, പ്രൈമർലി ഫോക്കസ്ഡ് ഓൺ സെക്യൂരിറ്റി, സർവൈവൽ ആൻഡ് എക്കണോമിക് പ്രോസ്പെരിറ്റി. ഒരു രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത് നാഷണൽ ഇൻട്രസ്റ്റിനെ തന്നെയാണ്. അത് പ്രധാനമായിട്ടും ആ രാജ്യത്തിന്റെ സെക്യൂരിറ്റിയെയും അതിന്റെ സർവൈവലിനെയും എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ പ്രോസ്പെരിറ്റിയും ബന്ധപ്പെട്ട് കിടക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഹാൻസ് ജെ മോർഗന്തോ നമ്മൾ നേരത്തെ പറഞ്ഞ മോർഗന്തോയുടെ ഡെഫിനേഷൻ തന്നെയാണ് നോക്കുന്നത്. കാരണം നാഷണൽ ഇൻട്രസ്റ്റിന്റെ നാഷണൽ പവറിന്റെ ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള, അതിനെപ്പറ്റി എഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട റിയലിസ്റ്റ് തിങ്കേഴ്സിൽ ഒരാളാണ് ഹാൻസ് ജെ മോർഗന്തോ. നമുക്കറിയാവുന്നതാണ്. മോർഗന്തോ എന്താണ് നാഷണൽ ഇൻട്രസ്റ്റിനെ പറ്റി പറയുന്നത്? നാഷണൽ ഇൻട്രസ്റ്റ് മീൻസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് നാഷൻസ് ഫിസിക്കൽ, പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ ഐഡന്റിറ്റി against encroachment by any other state, അതായത് നാഷണൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ ഫിസിക്കൽ, പൊളിറ്റിക്കൽ, കൾച്ചറൽ ഐഡന്റിറ്റിയുടെ പ്രൊട്ടക്ഷൻ ആണ്. അപ്പൊ എന്താണ് ഈ ഫിസിക്കൽ ഐഡന്റിറ്റി എന്ന് പറയുന്നത്? ഫിസിക്കൽ ഐഡന്റിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി ആണ്, അല്ലെങ്കിൽ ടെറിട്ടോറിയൽ ആയിട്ടുള്ള സംഗതിയാണ് ഫിസിക്കൽ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ ഐഡന്റിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൊളിറ്റിക്കലും എക്കണോമിക്കലും ആയിട്ടുള്ള സിസ്റ്റമാണ്. ഇനി കൾച്ചറൽ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ പലപ്പോഴും പല രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന്
ചില കൾച്ചറലും ഹിസ്റ്റോറിക്കലുമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും അല്ലെ, അതിനെ സംരക്ഷിക്കുക. അപ്പം അമേരിക്ക അതിനെ തന്നെ പറയുന്നത് ഒരു ലിബറൽ ഡെമോക്രസിയാണ്. ഡെമോക്രസിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അമേരിക്ക പലപ്പോഴും പല ഇടപെടലുകളും ഗ്ലോബൽ പൊളിറ്റിക്സിൽ നടത്തിയതായിട്ടും നമുക്കറിയാം. അങ്ങനെ ഓരോ കൺട്രിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെതായിട്ടുള്ള ഹിസ്റ്റോറിക്കലും കൾച്ചറലും ആയിട്ടുള്ള വാല്യൂസ് ഉണ്ട്. ഈ ഫിസിക്കലും പൊളിറ്റിക്കലും കൾച്ചറലുമായിട്ടുള്ള കാര്യങ്ങളെ, ഐഡന്റിറ്റിയെ സംരക്ഷിക്കുക മറ്റ് എൻക്രോച്ച്മെന്റ് കടന്നുകയറ്റത്തിൽ, മറ്റ് രാജ്യങ്ങളിലെ കടന്നുകയറ്റത്തിൽ നിന്ന് ഇതിനെ സംരക്ഷിച്ച് നിർത്തുക എന്ന് പറയുന്നതാണ് എന്ത്, നാഷണൽ ഇൻട്രസ്റ്റ് എന്നൊരു ഡെഫിനേഷനാണ് ആര് കൊടുക്കുന്നത്, ഹാൻസ് ജെ മോർഗൻ കൊടുക്കുന്നത്. ഡെഫിനേഷൻ ഒന്ന് ഓർത്ത് വെക്കുക. പലപ്പോഴും നെറ്റിന്റെയും HSST-യുടെയും അല്ലെങ്കിൽ സെറ്റിന്റെയും എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ഡെഫിനേഷനാണ് മോർഗൻ ഈ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. ദെൻ നമുക്ക് വേറെ രീതിയിൽ ഡെഫിനേഷൻ, കുറച്ചുകൂടി എളുപ്പമുള്ള ഒരു ഡെഫിനേഷൻ എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ എങ്ങനെ ഡിഫൈൻ ചെയ്യാം എന്ന് ചോദിച്ചാൽ, നാഷണൽ ഇൻട്രസ്റ്റ് refers to the values, desires and interests that national state seek to protect and achieve in its relation with other state. ഒരു രാജ്യം മറ്റൊരു രാജ്യവുമായിട്ട് ഇടപെടൽ നടത്തുമ്പോൾ, അതൊരു ട്രേഡ് അഗ്രിമെന്റ് ആവാം, മറ്റെന്തെങ്കിലും ആവാം, അങ്ങനെയുള്ള ഇടപെടലുകൾ നടത്തുന്ന സമയത്ത് ആ രാജ്യം സംരക്ഷിച്ചു നിർത്തുന്ന അതിന്റെ വാല്യൂസ്, ഡിസയേഴ്സ്, ഇൻട്രസ്റ്റ്, ഇതിനെയൊക്കെയാണ് എന്ത് വിളിക്കുന്നത്, നാഷണൽ ഇൻട്രസ്റ്റ് എന്ന് വിളിക്കുന്നത്. കോൺസെപ്റ്റ് സിമ്പിൾ ആണ്, ക്ലിയർ ആണ്, നമുക്ക് കൂടുതലായിട്ടൊന്നും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പഠിക്കേണ്ട ഒരു സംഗതിയേ അല്ല. പക്ഷേ ബേസിക് ആയിട്ട് എന്താണ് എന്നുള്ളത് അടിത്തറ ഉറപ്പിച്ചു വെക്കുക, നാഷണൽ ഇൻട്രസ്റ്റ് എന്താണ് എന്നത്. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം എന്താണ് നാഷണൽ ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കേണ്ടത്. നാഷണൽ പവറിന്റെ പറഞ്ഞതുപോലെ തന്നെ കമ്പോണൻസ് ഓഫ് നാഷണൽ ഇൻട്രസ്റ്റ് എന്താണ്, കമ്പോണൻസ് ഓഫ് നാഷണൽ ഇൻട്രസ്റ്റ്, നാഷണൽ ഇൻട്രസ്റ്റിനെ ബാധിക്കുന്ന സംഗതികൾ എന്താണ്. അത് പറയുന്നതിന്റെ മുന്നേ അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ, നാഷണൽ പവറിന്റെ പറഞ്ഞതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ മോർഗൻതോ ആണ് ആദ്യമായിട്ട് ക്ലാസിഫിക്കേഷൻ കൊടുക്കുന്നത്. അദ്ദേഹം രണ്ട് രീതിയിലാണ് കമ്പോണൻസ് ഓഫ് നാഷണൽ പവറിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് വൈറ്റൽ ഓർ നെസസറി നാഷണൽ ഇൻട്രസ്റ്റ് എന്നും, രണ്ടാമത്തത് നോൺ വൈറ്റൽ ഓർ വാരിയബിൾ നാഷണൽ ഇൻട്രസ്റ്റ്. വൈറ്റൽ എന്ന് പറയുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്, വൈറ്റൽ നാഷണൽ ഇൻട്രസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി നോൺ വൈറ്റൽ അല്ലെങ്കിൽ വാരിയബിൾ എന്ന് പറയുന്നത് എന്താണ്, വാരിയബിൾ മീൻസ് ചേഞ്ചിങ് ആണ് അല്ലെ. ഇപ്പം ഒരു രാജ്യത്തിന്റെ അതിന്റെ പൊളിറ്റിക്കൽ സിസ്റ്റം മാറുന്നതിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും പബ്ലിക് ഒപ്പീനിയൻ മാറുന്നതനുസരിച്ചിട്ട് പലപ്പോഴും ചില രാജ്യത്തിന്റെ നാഷണൽ ഇൻട്രസ്റ്റ് മാറാറുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നോൺ വൈറ്റൽ അല്ലെങ്കിൽ വാരിയബിൾ എന്നുള്ളത്. ഇപ്പം നമുക്ക് അമേരിക്കയുടെ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, അമേരിക്ക വെനിസ്വേലയിൽ നടത്തിയിട്ടുള്ള ഇടപെടൽ അല്ലെ പോട്ടെ, അമേരിക്ക പണ്ട് മറ്റ് പല രാജ്യങ്ങളിലും നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ഒടുവിൽ അതിന്റെ പബ്ലിക് ഒപ്പീനിയൻ, അമേരിക്കയിലെ പബ്ലിക് ഒപ്പീനിയൻ തന്നെ, വിയറ്റ്നാം വാർ എടുത്തു കഴിഞ്ഞാലും പബ്ലിക് ഒപ്പീനിയൻ, അഫ്ഗാനിസ്ഥാനിലെ ഇടപെടൽ എടുത്തു കഴിഞ്ഞാലും പബ്ലിക് ഒപ്പീനിയൻ മാറുന്നതനുസരിച്ചിട്ട് അവരുടെ നാഷണൽ ഇൻട്രസ്റ്റ് അവിടെ മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടി മാറുന്നതനുസരിച്ചിട്ട് നാഷണൽ ഇൻട്രസ്റ്റ് മാറിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇന്ത്യയുടെ കാര്യം എടുക്കാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇപ്പം കൺസർവേറ്റീവ് പാർട്ടി മാറിയിട്ട് ലേബർ പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ അവരുടെ ഫോറിൻ പോളിസി, നാഷണൽ ഇൻട്രസ്റ്റ് ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പം പബ്ലിക് ഒപ്പീനിയനോ പൊളിറ്റിക്കൽ പാർട്ടീസോ അങ്ങനെ അതിനനുസരിച്ച് മാറുന്ന ഇൻട്രസ്റ്റുകളെയാണ്, നാഷണൽ ഇൻട്രസ്റ്റിനെയാണ് നോൺ വൈറ്റൽ അല്ലെങ്കിൽ വാരിയബിൾ നാഷണൽ ഇൻട്രസ്റ്റ് എന്ന് വിളിക്കുന്നത്. വൈറ്റൽ എന്ന് പറയുന്നത് അതിൽ മാറാത്ത പ്രധാനപ്പെട്ട നാഷണൽ ഇൻട്രസ്റ്റിനെയാണ്. ഈ ഒരു രീതിയിലാണ് മോർഗൻതോ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇനി മറ്റൊരു പൊളിറ്റിക്കൽ തിങ്കർ ആയിട്ടുള്ള, ഇന്റർനാഷണൽ പൊളിറ്റിക്സിലെ തിങ്കർ ആയിട്ടുള്ള തോമസ് ഡബ്ല്യു റോബിൻസൺ മറ്റൊരു രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഏകദേശം 6 സെറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് നാഷണൽ ഇൻട്രസ്റ്റിന്റെ കമ്പോണൻസിന് അദ്ദേഹം ചെയ്യുന്നത്. അതിനെ നമുക്കൊരു സെറ്റ് പോലെ പഠിച്ചു കഴിഞ്ഞാൽ, ഒന്ന് പ്രൈമറി ഇൻട്രസ്റ്റും രണ്ടാമത്തത് സെക്കൻഡറി ഇൻട്രസ്റ്റും. അപ്പൊ പ്രൈമറി ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ആ രാജ്യത്തിന്റെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി സെക്കൻഡറി ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം റോബിൻസൺ ക്ലാസിഫൈ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു രാജ്യത്ത് മറ്റൊരു രാജ്യത്ത് താമസിക്കുന്ന പൗരന്മാരുടെ അവരെ സംരക്ഷിക്കുക, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ പൗരന്മാർ വേറെ രാജ്യത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, അതിനെയൊക്കെയാണ് സെക്കൻഡറി ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ പെർമനന്റ് ആൻഡ് വാരിയബിൾ ഇൻട്രസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ, എന്താണ് പെർമനന്റ് ആൻഡ് വാരിയബിൾ ഇൻട്രസ്റ്റ് എന്നുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ദെൻ ജനറൽ ആൻഡ്
സ്പെസിഫിക് ഇൻട്രസ്റ്റ്. ഇപ്പൊ ജനറൽ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ടാവുന്ന ജനറൽ ആയിട്ടുള്ള ചില ഇൻട്രസ്റ്റുകളുണ്ട്. നാഷണൽ ഇൻട്രസ്റ്റ്, അതിന്റെ കമ്പോണൻസ്. ഇനി സ്പെസിഫിക് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ചില പ്രത്യേക രാജ്യങ്ങൾക്ക് അതിന്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടോ അതിന്റെ ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ ചിലപ്പോൾ പലപ്പോഴും ചില നാഷണൽ ഇൻട്രസ്റ്റുകൾ ഉണ്ടാവാറുണ്ട്. ആ കമ്പോണൻസിനെയാണ് സ്പെസിഫിക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് രണ്ട് ക്ലാസിഫിക്കേഷൻ ആയിട്ട് പഠിച്ചു വെക്കാം. ഒന്ന് മോർഗൻറോയുടെ ക്ലാസിഫിക്കേഷൻ, രണ്ടാമത്തത് തോമസ് ഡബ്ല്യു റോബിൻസണിന്റെ ക്ലാസിഫിക്കേഷൻ. എന്താണ് ക്ലാസിഫൈ ചെയ്തത്? കമ്പോണൻസ് ഓഫ് നാഷണൽ ഇൻട്രസ്റ്റിനെയാണ് ക്ലാസിഫൈ ചെയ്ത് വച്ചിട്ടുള്ളത്. ഓക്കെ, നാഷണൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ് എന്ന് ക്ലിയർ ആണ്. അതിനുശേഷം നാഷണൽ ഇൻട്രസ്റ്റിന്റെ ഈ പറഞ്ഞ കമ്പോണൻസിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ എന്താണ് എന്നുള്ളതും ക്ലിയർ ആണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് രാജ്യങ്ങൾ ഈ നാഷണൽ ഇൻട്രസ്റ്റ് സംരക്ഷിക്കുന്നത്? അതിനുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണ്, അവർ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ഡിപ്ലോമസിയാണ്. ഡിപ്ലോമസി നമുക്കറിയാവുന്നതാണ്. വളരെ ഡയറക്റ്റ് ആയിട്ട് തന്നെ നാഷണൽ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഡിപ്ലോമാറ്റ്സ് പ്രവർത്തിക്കാറുണ്ട് എന്നും നമുക്കറിയാം. രണ്ടാമത്തത് പ്രൊപ്പഗണ്ടയാണ്. പലപ്പോഴും പല രാജ്യങ്ങൾ അവരുടെ പ്രൊപ്പഗണ്ട, ഇപ്പം നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോൾഡ് വാർ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പ്രൊപ്പഗണ്ടയും അതുപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റ് പ്രൊപ്പഗണ്ടയും ഉണ്ടായിരുന്നു. അത് അവരുടെ നാഷണൽ ഇൻട്രസ്റ്റിനെ സംരക്ഷിക്കുന്ന രീതിയിലായിരുന്നു. ഓക്കെ, അതിനെയാണ് പ്രൊപ്പഗണ്ട എന്ന് നമ്മൾ പറയുന്നത്. ഇനി എക്കണോമിക് മീൻസ് എന്ന് പറയുമ്പോൾ പലപ്പോഴും സാങ്ഷൻസ് അല്ലെങ്കിൽ ട്രീറ്റീസ്, ട്രേഡ് അഗ്രിമെന്റ്സ്, അങ്ങനെയുള്ള മെത്തേഡുകളിലൂടെ രാജ്യങ്ങൾ അവരുടെ നാഷണൽ ഇൻട്രസ്റ്റിനെ സംരക്ഷിക്കാൻ ശ്രമിക്കാറുണ്ട്. അതിനെയാണ് എക്കണോമിക് മീൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അലയൻസ് ആൻഡ് ട്രീറ്റീസ്, പലപ്പോഴും രാജ്യങ്ങൾ തമ്മിലും ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് തമ്മിലൊക്കെ ട്രീറ്റീസും അന്താരാഷ്ട്ര ഉടമ്പടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? അലയൻസ് ആൻഡ് ട്രീറ്റീസ്. അതുവഴിയും രാജ്യങ്ങൾ അവരുടെ നാഷണൽ ഇൻട്രസ്റ്റ് സംരക്ഷിക്കാൻ തന്നെയാണ് ഇടപെടാറ്. ദെൻ കോഴ്സീവ് മീൻസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള മീൻസിലൂടെ പലപ്പോഴും പല നാഷൻസും, നമുക്ക് അമേരിക്കയുടെ എക്സാമ്പിൾ തന്നെ പറയാം, പല രാജ്യങ്ങളിലും നേരിട്ടുള്ള ഇടപെടലുകൾ, ബലപ്രയോഗത്തിലൂടെയുള്ള ഇടപെടലുകൾ അമേരിക്കയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഹെജിമണിക് പവർ ആയിട്ടുള്ള രാജ്യങ്ങളോ നടത്തിയിട്ടുണ്ട്. അതിനാണ് എന്ത് വിളിക്കുന്നത്? ഈ പറഞ്ഞ കോഴ്സീവ് മീൻസ് ഓഫ് മെത്തേഡ് ഓഫ് സെക്യൂറിങ് നാഷണൽ ഇൻട്രസ്റ്റ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട പക്ഷെ ബേസിക് ആയിട്ടുള്ള രണ്ട് കോൺസെപ്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് നാഷണൽ പവർ എന്താണെന്ന്, രണ്ടാമത്തത് നാഷണൽ ഇൻട്രസ്റ്റ് എന്താണെന്ന്. അപ്പൊ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തിങ്കേഴ്സിനെ പറ്റിയിട്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. രണ്ട് കോൺസെപ്റ്റ് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.